മുഖ്യമന്ത്രിയൊക്കെ സംബന്ധിക്കുന്ന ഒരു കോൺഫറൻസിലായതുകൊണ്ട് ഇവിടെ എത്തിച്ചേരുവാനായിട്ട് താമസിക്കുമെന്ന് നമ്മളെ അറിയിച്ചിരുന്നു. പറ്റിയാൽ എത്തിയേക്കാം എന്നാണ് പറഞ്ഞത്. പത്തനംതിട്ട ജില്ലയുടെ സ്വന്തം ആളായ സ്വന്തം മന്ത്രിയായ ശ്രീ അടൂർ പ്രകാശ് സാറിന് ഇവിടെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കാത്തത് ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്നാലും ഔദ്യോഗികമായ നമ്മുടെയൊക്കെയും ആവശ്യമാണ്. എനിക്ക് സ്വാസ്ഥ്യ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ആണെന്നാണ് അറിയാൻ സാധിച്ചത്. അത് എത്തിച്ചേരുവാനായിട്ട് അദ്ദേഹം സാധിക്കാത്തത് ഞങ്ങൾക്ക് വിഷമമുണ്ടെങ്കിലും ഈ പരിപാടിയിലേക്ക് സംബന്ധിക്കുവാൻ അദ്ദേഹം കാണിച്ച താല്പര്യത്തെ നന്ദി പറയുന്നു. ഇപ്പോൾ നമുക്ക് കോട്ടയം ജില്ലയിൽ നിന്നെത്തി പത്തനംതിട്ടയുടെ പൊന്നോമനപുത്രനായി മാറിയ ശ്രീ ആന്റോ ആന്റണി MP ഇവിടെയുണ്ട്. മന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട MP-യോട് ഈ ലോകത്തിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രവാസ ലോകത്തിലൊക്കെയും ആന്റോ ആന്റണി MP അറിയപ്പെടുന്നത് ഒരു പ്രവാസികാര്യ MP എന്ന രീതിയിലാണ്. കാര്യം പത്തനംതിട്ട ജില്ല മൊത്തം പ്രവാസികളുടെ ജില്ലയാണ്. ഈ ജില്ലയിലെ ആവശ്യങ്ങളൊക്കെയും പാർലമെൻറ്റിലെ സ്ഥിരമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട MP ഞങ്ങളുടെയൊക്കെയും ഒരു ആവേശവും ഞങ്ങളുടെയൊക്കെയും ഒരു സഹായവും ഒക്കെയാണ്. ബഹുമാനപ്പെട്ട MP-യെ ഈ യോഗത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിനായിട്ട് ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അഭിനന്ദ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത തിരുമേനി, പ്രിയങ്കരനായ അധ്യക്ഷൻ അനിൽ ജോൺ അടൂർ, പ്രിയങ്കരനായ MLA രാജു എബ്രാഹിം, ഇവിടെ എല്ലാം പ്രിയങ്കരനായ DCC പ്രസിഡന്റ് P. മോഹൻരാജ്, ആദരണീയനായ കളക്ടർ P. വേണുഗോപാൽ, ശ്രീ മനോജ് മാത്യു അടൂർ, സജി കുറങ്ങാട്ട്, അലി റാവുത്തർ തേക്കുതോട്, ഷുഹൈ പന്തളം, അഡ്വക്കേറ്റ് K. ഹരിദാസ്, ഉമ്മൻ റോയ് വർഗീസ്, ഷെരീഫ് കുഞ്ഞ്, A. ഷംസുദ്ദീൻ, ജോൺസൺ ജോൺ, സാമുവൽ കിഴക്കുപുറം, മാത്യു തോമസ്, മറ്റ് വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, സൗദി അറേബ്യയിലെ ജിദ്ദയിൽ പത്തനംതിട്ടയിൽ നിന്ന് കടന്നുപോയി പ്രവാസികളായി കഴിയുന്ന ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും ഇന്നിവിടെ ഒത്തുചേരുകയാണ്. വളരെ സന്തോഷകരമായ ഒരു കൂടിച്ചേരലാണ്. ജനിച്ച നാട്ടിൽ നിന്നും കടലുകൾ കടന്ന് പ്രവാസികളായി കഴിയുമ്പോഴും നാടിനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ, ആ ഓർമ്മകൾ മനസ്സിൽ താലോചിക്കാനും നാട്ടിൽ നിന്ന് എത്തിച്ചേരുന്ന ആളുകളുടെ സൗഹൃദ കൂട്ടായ്മകൾ, ആ കൂട്ടായ്മകളിലൂടെ പരസ്പര വിശ്വാസവും സൗഹൃദവും എല്ലാം വളർത്തിയെടുത്ത് ഒരു കൊച്ചു കേരളമാക്കി തങ്ങൾ ജീവിക്കുന്ന പ്രദേശത്തെ മാറ്റിയെടുക്കാനും കഴിഞ്ഞ സ്നേഹനിധികളായ ഞങ്ങളെല്ലാവരോടുമുള്ള പ്രത്യേകമായ അഭിനന്ദനവും ആശംസയും അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്നിവിടെ പ്രവാസി സമൂഹം ഇവിടെ ഒത്തുചേരുമ്പോൾ അവർ കേവലം ഒരു കൂടിച്ചേരൽ മാത്രമല്ല, ആ കൂടിച്ചേരലിനോടൊപ്പം തങ്ങളുടെ കഠിനാധ്വാനത്തിൽ നിന്നും ഒരു വിഹിതം ഈ നാട്ടിലെ പാവപ്പെട്ടവരായ ആളുകൾക്ക്, അർഹതയുള്ള ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കാനും അവരുടെ കണ്ണീരൊപ്പാനും അവർക്ക് ലഭിക്കുന്ന ചെറിയ ആശ്വാസത്തിൽ ഹൃദയത്തിൽ സന്തോഷം ഉൾക്കൊള്ളാനും കഴിയുന്ന വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന് കൂടി ഇവിടെ തുടക്കം കുറിക്കുകയാണ്. പ്രവാസികളായ ആളുകളെല്ലാം വലിയ സമ്പന്നരല്ല. വലിയ ജീവിത വിജയം നേടിയ ആളുകൾ പ്രവാസി സമൂഹത്തിലുണ്ട്. അതിനേക്കാൾ കൂടുതലായി കഠിനാധ്വാനം ചെയ്ത് ആ കഠിനാധ്വാനം കൊണ്ട് പോലും കുടുംബത്തെ പോറ്റാൻ കഴിയാതെ 4-5 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം നാട്ടിൽ വന്നു പോകാൻ കഴിയുന്ന, ക്യാമ്പുകളിൽ കഴിയുന്ന 10,000-കണക്കായ പ്രവാസി സഹോദരന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ പോലും ആ കഠിനാധ്വാനവും അവരുടെ പരിമിതമായ വരുമാനവും, ആ വരുമാനത്തിൽ നിന്ന് പോലും കരുണയുടെ തുവൽ സ്പർശം പോലെ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്കുള്ള ചെറിയ സഹായങ്ങൾ എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ എത്രയോ ഉദാത്തമായ ഒരു കാഴ്ചപ്പാട്, എത്രയോ വിശാലമായൊരു മനോഭാവം,
ഹൃദയത്തിൽ വറ്റാത്ത കനിവിൻ്റെ ഉറവയുള്ള ഒരു സമൂഹമായി പ്രവാസി സമൂഹം നിലകൊള്ളുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഉദാഹരണമായി നമുക്കതിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇന്ന് പ്രവാസി സമൂഹം ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലയളവാണ്. ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങി വരുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. അവരെ ഫലപ്രദമായി പുനരധിവസിപ്പിക്കാനും അവർക്ക് ജീവിതത്തിലേക്ക് ഒരു വഴി തുറന്നു കൊടുക്കാനും അതിനാവശ്യമായിട്ടുള്ള കർമ്മ പരിപാടികൾക്ക് നമ്മുടെ നാട്ടിൽ തുടക്കം കുറിച്ചേ മതിയാകും. അതിനുള്ള ഒട്ടേറെ പ്രാഥമിക ചർച്ചകൾ നടക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും അതിനുവേണ്ടിയുള്ള ഒരു ബിൽ, പ്രവാസി പുനരധിവാസത്തിനുള്ള ഒരു ബിൽ ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. ഏറെ താമസിയാതെ പാർലമെൻറ്റിൽ അത് അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു. ആ ബില്ലിൽ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഞങ്ങളെല്ലാവരും എഴുതി കൊടുത്തിട്ടുണ്ട്. പ്രവാസികളായ ആളുകൾ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കും നാടിൻ്റെ വളർച്ചയ്ക്കും തങ്ങളുടെ കഠിനാധ്വാനം വിനിയോഗിച്ച ആളാണ്. ഈ നാടിനെ വിദേശ നാടിൽ നേടിത്തരാനും അതിലൂടെ ഈ നാടിനെ സമ്പദ്സമൃദ്ധിയിലേക്ക് നയിക്കാനും കഠിനാധ്വാനം ചെയ്ത ആളുകൾ അവർ ഒരു ദിവസം ഈ നാട്ടിലേക്ക് പെട്ടെന്ന് മടങ്ങിപ്പോരേണ്ടി വരുമ്പോൾ അവരെ കൊണ്ടാകുന്ന ഒട്ടേറെ സാമൂഹ്യപരമായ പ്രശ്നങ്ങളുണ്ട്, കുടുംബപരമായ പ്രശ്നങ്ങളുണ്ട്. അവരുടെ തണലിൽ ജീവിച്ചിരുന്ന കുടുംബാംഗങ്ങൾ, അവരുടെ തണലിൽ ജീവിച്ചിരുന്ന ആളുകൾ ആ തണൽ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, സ്വന്തം കാലിൽ പോലും നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവർ നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കുക, അവർക്ക് ജീവിതത്തിൽ വഴി തുറന്നു കൊടുക്കുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റവും ഫലപ്രദമായി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ നമുക്കെല്ലാവർക്കും ചേർന്ന് കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ആ പരിശ്രമത്തിന് നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള ഒരു ഭൂപ്രദേശമാണ് പത്തനംതിട്ട. ഈ പ്രദേശത്തിൻ്റെ പ്രതിനിധിയായി പാർലമെൻറ്റിലെത്തിയപ്പോൾ പ്രവാസികളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒട്ടേറെ തവണ പാർലമെൻറ്റിൽ സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് പ്രവാസികൾക്ക് വോട്ടവകാശം നൽകണമെന്നുള്ള വിഷയം പാർലമെൻറ്റിൽ ഈ 15ാം പാർലമെൻറ്റിൽ ആദ്യമായി അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത് എനിക്കാണ്. ആ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിച്ചുകൊണ്ട് ഭരണഘടനയിലുള്ള ചില കാര്യങ്ങൾ കൂടി ഞാൻ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഭരണഘടനയിൽ പറയുന്നത് മാനസികമായ സമനില തെറ്റിയ ആളുകൾക്കും ക്രിമിനൽ കുറ്റം ചെയ്ത് ജയിലിൽ കഴിയുന്ന ആളുകൾക്കും അവർക്കും ആ കാരണം കൊണ്ട് അവരുടെ വോട്ടവകാശം നിഷേധിക്കാൻ പാടില്ല എന്ന് പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ടിൽ പറയുന്നുണ്ടെങ്കിൽ അവരെക്കാൾ കുറഞ്ഞവരാണോ നമ്മുടെ പ്രവാസികളെന്ന് പാർലമെൻറ്റിൽ ഞാൻ ചോദിക്കുകയുണ്ടായി. എന്തായാലും പിറ്റേ ആഴ്ചയിൽ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിലാണ് വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് വോട്ടവകാശം ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി. വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പല്ല, അതിനു മുമ്പ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തന്നെ നാട്ടിലുള്ള പ്രവാസികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടായി. ഇന്നത്തെ ഈ സാഹചര്യങ്ങൾ കൊണ്ട് പ്രവാസികളുടെ വോട്ടവകാശം പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. മറിച്ച് അവിടെ പ്രവാസികളായി നിന്നുകൊണ്ട് തന്നെ അവിടെ വോട്ട് രജിസ്റ്റർ ചെയ്യാനും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ തങ്ങളുടെ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയയിൽ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം കൂടി പൂർണ്ണമായ അർത്ഥത്തിൽ ലഭ്യമാകുമ്പോഴാണ് ഈ നിയമത്തിന് അതിൻ്റെ ഉദ്ദേശത്തെ തലങ്ങളിലേക്ക് അതെത്തൂ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ആ നിയമം ഇന്ന് പാസ്സായി. നാളെ അതിൻ്റെ കുറവുകൾ പരിഹരിച്ച് സമഗ്രമായ ഒരു നിയമമായി നമ്മുടെ രാജ്യത്ത് മാറും. പ്രവാസികളായി കഴിയുന്ന ആളുകൾക്കും ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളോടൊപ്പമുള്ള തുല്യമായ ഒരു അവസരം കൂടി അതിലൂടെ ലഭ്യമാകുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. ഇന്നിവിടെ ജിദ്ദയിൽ നിന്നെത്തിയ നമ്മുടെ സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ അവരെല്ലാം ഇവിടെ ഒത്തുചേരുന്നു. നിങ്ങൾ ഒത്തുചേരുമ്പോൾ നിങ്ങളോടൊപ്പം പങ്കുചേരാനും നിങ്ങളുടെ ഈ സൗഹൃദ കൂട്ടായ്മയിൽ പങ്കെടുക്കാനും കഴിഞ്ഞ ഈ അനർഘ നിമിഷങ്ങൾക്ക് പ്രത്യേകമായ നന്ദി ഞാൻ ഇതിൻ്റെ ഭാരവാഹികളോട് പറയുകയാണ്. അതിന് ലഭിച്ച അവസരത്തിൽ വളരെയേറെ സന്തോഷവും അഭിമാനവും എനിക്കുണ്ട്. അതുകൊണ്ട് ഈ കൂട്ടായ്മകൾ ഇനിയും ആവർത്തിക്കണം. ഈ കൂട്ടായ്മകളിലൂടെ സൗഹൃദത്തിൻ്റെ വലിയ ഒരു കണ്ണിയിൽ കോർത്തൊരുക്കി നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറയട്ടെ. ഇവിടെ ഈ പ്രവാസി സംഗമം നിങ്ങളുടെ എല്ലാം അനുമതിയോടും കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. ഇവിടെ ധനസഹായം
അർഹരായ ആളുകൾക്കുള്ള ധനസഹായ വിതരണവും ഈ കൂടെ തന്നെ നിർവഹിക്കണമെന്നുള്ള ആവശ്യം ഭാരവാഹികൾ ഉന്നയിച്ചു. അത് നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട MP തുടങ്ങി പോകേണ്ടിയിരിക്കുന്നുണ്ട്. ആ ചടങ്ങ് നമ്മൾ ഉടനെ നടത്തുകയാണ്. PGS ധനസഹായ വിതരണം നടത്തുന്നത് ഒരു പ്രത്യേക മാനദണ്ഡത്തിലാണ്. ചികിത്സാ സഹായം, വീട് വയ്ക്കുവാനുള്ള സഹായം, വിദ്യാഭ്യാസ സഹായം, സ്വയം തൊഴിലുള്ള സഹായം, ഇത്തരം സഹായങ്ങളൊക്കെ നാട്ടിൽ തന്നെ ഞങ്ങൾ ആപ്ലിക്കേഷന് ഇന്ത്യയിലേക്ക് വരുത്തിയിട്ട് അവിടെ PGSന്റെ വെൽഫെയർ കമ്മിറ്റി അത് പരിശോധിക്കുകയും നാട്ടിലുള്ള റെഫറൻസുകൾ പരിശോധിച്ച് ഈ കാര്യം ശരിയാണെന്ന് മനസ്സിലാക്കിയ ശേഷം ഇത് ധനസഹായത്തിന് അവർക്ക് അപ്രൂവൽ കൊടുത്തിട്ട് അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പാസ്സാക്കുന്ന അങ്ങനെ വലിയ പ്രോസസ്സിങ്ങിലാണ് ഈ ധനസഹായങ്ങളൊക്കെ നൽകുന്നത്. കൊടുക്കുന്നത് ജസീല ഷാജഹാനാണ്. റിയാദിൽ വെച്ച് ആക്സിഡൻറ്റിൽ ജസീലയുടെ ഹസ്ബൻഡ് ഷാജഹാൻ മരിച്ചുപോയി. ഷാജഹാന്റെ പേരിൽ ഞങ്ങൾ അവിടെ ഒരു ധനസഹായം രൂപീകരിക്കുകയുണ്ടായി. ആ ധനസഹായം ഇപ്പോൾ ഷാജഹാന്റെ ഭാര്യ ജസീലയ്ക്ക് ഇപ്പോൾ കൊടുക്കും. ഇത് ഏറ്റുവാങ്ങുവാനായിട്ട് ജസീലയെ ക്ഷണിക്കുന്നു. ഇട്ടിമൂട്ടില് ഹജീബ് താനിമൂട്ടില് ജെയിംസ് കുട്ടി പൊള്ളക്കാട്, പങ്കജാക്ഷി അമ്മ, ലീലാമ്മ ജോസ്, കുട്ടികൃഷ്ണൻ. അടുത്തത് പങ്കജാക്ഷി അമ്മ. ഇപ്പോൾ നാട്ടിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ ധനസഹായം രൂപീകരിച്ചതാണ്. ഹബീബ് താനിമൂട്ടി. അദ്ദേഹത്തിൻ്റെ മകനാണ് ഏറ്റുവാങ്ങിയത്. നമ്മുടെ ധനസഹായ വിതരണം കഴിഞ്ഞിരിക്കുകയാണ്. 9 പേർക്കാണ് നമ്മൾ ധനസഹായം കൊടുത്തത്. യോഗ അവതാരകൻ PGS അഡ്മിൻ ശ്രീ മനോജ് മാത്യു അടൂർ, മെഡിക്കൽ